ഹായ്, ഇന്ന് നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള ടൊമാറ്റോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളിച്ചോറ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതായിരിക്കും. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ മെയിൻ സാധനം തക്കാളി ആയതുകൊണ്ട് തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഓൾറെഡി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല. അരി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോറോ അല്ലെങ്കിൽ ബസ്മതി റൈസോ എന്ത് വേണോ ചെയ്യാം കേട്ടോ. ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 2 പേരുടെ അളവിനാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണോ നമുക്ക് ചൂസ് ചെയ്യാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയാണോ നമുക്കിഷ്ടം അത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതാണോ അത് ഉപയോഗിച്ചാൽ മതി. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പൊക്കെ ഇതിലിട്ട് കൊടുക്കുകയാണ്. തമിഴ്നാട് ടച്ച് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ഉഴുന്നൊന്നും ഇട്ട് റൈസ് ഉണ്ടാക്കാറില്ല. ഈ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് തന്നെ തമിഴ്നാടൻ വിഭവമല്ലേ. അപ്പോൾ പിന്നെ അവരുടെ സ്റ്റൈലിൽ വെച്ചാലേ അതിനൊരു ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ കടലപ്പരിപ്പ് ഇട്ട് വയ്ക്കുന്നത്. സാധാരണ എപ്പോഴും ഉഴുന്നൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് സവാള ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. ഞാൻ ഒരു സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരൊറ്റ സവാള മതിയാവും. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള മതി. ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് വേണമെങ്കിലും വഴറ്റാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പക്ഷെ ഞാനിതിൽ എന്തായാലും ഉപ്പിടുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തത്. ഞാൻ അത്രയും പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 പീസ് പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തത്. പച്ചമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറണം കേട്ടോ. ഒരു ഇത് മാറി, സ്മെല്ല് മാറി ഇതൊന്ന് പിടിച്ചതിന് ശേഷമാണ് നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കരിവേപ്പില ആകെ വാടിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മീഡിയം സൈസുള്ള 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഞാൻ 2 പേർക്കുള്ള ചോറാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വേവട്ടെ. തക്കാളി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റോളം നമ്മളിങ്ങനെ വെച്ചിരിക്കണം. കാരണം നല്ല ഉടഞ്ഞ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു റൈസിൻ്റെ കൂടെ ഇത് ചേരുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കണ്ട, നമ്മൾ ഒരു സവാള എടുത്തിട്ടുള്ളത്, 3 തക്കാളിയാണ് എടുത്തത്. പക്ഷേ എന്നിട്ടും കൂടെ സവാളയാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലേ. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ എന്തായാലും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമേ ഞാൻ പൊടികളിൽ ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി ഇട്ടും വെക്കുന്നവരുണ്ട്. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടാം, വേറെ കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി ആവശ്യത്തിന്, അതായത് എരിവിനനുസരിച്ചാണ്. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ കൂടെ ഇത്രയും മുളക് പൊടിയും കൂടെ ഇട്ടത് കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചുകൂടാം. ഇതൊരു 2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാല ഉറപ്പായി ഇടണം, കാരണം ഇതിന് ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഒരു ഗരം മസാല ഇടുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഗരം മസാല ഇട്ട് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് മല്ലിയില ഉണ്ടല്ലോ, കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്ന മല്ലിയില ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. ഞാൻ ചോറിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കണം. സോറി കേട്ടോ, ഈ ചോറിട്ട് കൊടുക്കുന്ന വീഡിയോ റെക്കോർഡായില്ല, സോറി, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ചോറ് അതിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ തുറന്ന് വയ്ക്കാം. അടച്ചു വയ്ക്ക് വേവിക്കുന്നതാണ് നല്ലത്. എനിക്ക് അത്രയ്ക്കുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുറന്ന് വെച്ച് വേവിച്ച് പെട്ടെന്ന് എടുക്കുകയാണ്, കാരണം അത്ര വിശന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചോറ് ഇവിടെ റെഡിയാണേ. നല്ല കളറാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നാലും നമുക്കൊരു 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്.